ഏവരാലും അവഗണിക്കപ്പെട്ട അനാഥത്വത്തിന്റെ അവസാനത്തെ ഉദാഹരണം. ഇവരാണ് ചാരിറ്റി വില്ലേജിലെ അന്തേവാസികൾ. വേണ്ടപ്പെട്ടവരുടെ വേർപാടിനെ തുടർന്ന് ഏവരാലും അവഗണിക്കപ്പെട്ട അനാഥത്വത്തിന്റെ അവസാനത്തെ ഉദാഹരണം. ഇന്നേക്ക് 1.5 പതിറ്റാണ്ടുകൾക്കപ്പുറം ഇവർക്കു വേണ്ടി നിങ്ങളും കൈകോർത്തപ്പോഴാണ് ചാരിറ്റി വില്ലേജ് എന്ന സഹജീവി സ്നേഹത്തിന്റെ ഈ പ്രകൃതി ഗ്രാമം സാധ്യമായത്. ഇതുപോലെയുള്ള ദുരിത ജീവിതങ്ങൾ താണ്ടിക്കടന്നു വന്ന 100ഓളം വരുന്ന അന്തേവാസികളാണ് ഇന്ന് ഈ ചാരിറ്റി വില്ലേജിൽ ഉള്ളത്. ഇവർക്ക് നഷ്ടപ്പെട്ടു പോയ സ്വന്തം മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും തുല്യം സ്നേഹവും ലാളനയും നൽകി ലോകത്തിന്റെ വളർച്ചയും നാടിന്റെ മാറ്റങ്ങളുമെല്ലാം തിരിച്ചറിഞ്ഞ് സമൂഹത്തിന്റെ പടവുകൾ താണ്ടിക്കടക്കുന്ന നല്ലൊരു ഭാവിയാണ് ഇവർക്കായി ചാരിറ്റി വില്ലേജ് സ്വപ്നം കാണുന്നു. ആ സ്വപ്നം സാധ്യമാക്കുവാൻ നിങ്ങളുടെ ഹെൽപ്പ് കൂടിയേ തീരൂ. വിശുദ്ധിയുടെ ഈ ദിനരാത്രങ്ങളിൽ നിങ്ങളാൽ വിഹിതം ചെയ്യപ്പെടുന്ന സകാത്തിനും സുദഖയ്ക്കും ദാനധർമ്മങ്ങൾക്കും ഏറ്റവും അർഹതയുള്ള സാധുക്കളായ അന്തേവാസികളാണ് ഈ സ്ഥാപനത്തിലുള്ളത് എന്ന കാര്യം നിങ്ങൾ ഓർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനാഥത്വത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങൾ പേറി വന്നവരാണ് ഈ സ്ഥാപനത്തിലെ താമസക്കാരൊക്കെയും. 100ഓളം വരുന്ന ഈ അന്തേവാസികളുടെ ബന്ധുമിത്രാദികളായി പറയാൻ ആരുമില്ല. നല്ലൊരു സന്തോഷ ആഘോഷ ദിവസങ്ങൾ, പെരുന്നാളും ഓണവും ക്രിസ്മസും ഉൾപ്പെടെ വരുമ്പോൾ പോലും ഇവരെ തിരക്കിയിട്ട് കാര്യമായ എന്തെങ്കിലും സമ്മാനങ്ങളുമായി വരാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടി വരുന്ന എല്ലാ ചെലവുകളും കണ്ടെത്തേണ്ടത് ഈ സ്ഥാപനത്തിന്റെ മാത്രം ബാധ്യതയിലാണ്. നിങ്ങളെപ്പോലുള്ള സുമനസ്സുകൾ അറിഞ്ഞു തരുന്ന സംഭാവനകൾ മാത്രമാണ് സഹായമായിട്ടുള്ളത്. നിലവിൽ ഒരു ദിവസം 30,000 രൂപയാണ് ദൈനംദിന ചെലവുകൾക്കായി മാത്രം കണ്ടെത്തേണ്ടി വരിക. ഇതിനു പുറമെ 22 ലക്ഷം രൂപയിലധികം കടബാധ്യതയിലാണ്. കഴിഞ്ഞ 4 മാസമായി ഇവരെ പരിചരിക്കുന്ന സ്റ്റാഫുകൾക്ക് കൃത്യമായി സാലറി പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും അധികം സാമ്പത്തിക ബാധ്യത വന്നു ചേർന്നൊരു വർഷവും കൂടിയാണിത്. എന്തുകൊണ്ടെന്നാൽ ഇനി മുന്നോട്ടുള്ള 5 വർഷത്തേക്ക് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലൈസൻസ് പുതുക്കേണ്ടി വന്ന ഒരു വർഷവും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പറയപ്പെട്ട കുറേയധികം നിർമ്മാണ കാര്യങ്ങൾ ഇപ്പോഴും എങ്ങുമെത്താതെ പകുതി വഴിയിലാണ്. ലക്ഷോപലക്ഷം രൂപ അതിനുവേണ്ടി ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സുമനസ്സുകളായ നിങ്ങൾക്ക് മുമ്പിൽ ഈ പുണ്യമാസത്തിൽ ഈ അഭ്യർത്ഥനയുമായി വരിക. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നടത്തുന്ന ഈ സഹായ അഭ്യർത്ഥനയിലൂടെയാണ് അടുത്ത റമദാൻ വരെ നമുക്ക് എത്തേണ്ടിയുള്ളത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകേണ്ട ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റുമൊക്കെയാണ് ഈ നൽകിയിട്ടുള്ളത്. അറിഞ്ഞിടത്തോളം ഇക്കാലഘട്ടത്തിൽ ഏറ്റവും സുരക്ഷിതവും കൃത്യവും UPI ID വഴി അയക്കുന്ന സംഭാവനകളാണ്. അത് സാധാരണ ഗൂഗിൾ പേ നമ്പർ ഡയൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കാണുന്ന കോളത്തിലാണ് അത് എൻട്രി ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നത്. ചാരിറ്റി വില്ലേജിന്റെ ഗൂഗിൾ പേ വഴിയുള്ള ശരിയായ ട്രാൻസാക്ഷന് ആദ്യം തെളിയുന്ന പേരിൽ നിന്നും ഒരൽപ്പം മേലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേക ചിത്രമൊന്നുമില്ലാതെ റെഡ് കളർ ഐക്കണിൽ തെളിയുന്ന ഇതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാരിറ്റി വില്ലേജിലേക്കുള്ള സംഭാവനകൾ ബുദ്ധിമുട്ടില്ലാതെ അയക്കാൻ കഴിയും. അയക്കപ്പെടുന്ന സംഭാവനകൾ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടോ എന്നറിയാനും റെസിപ്റ്റിനും വേണ്ടിയിട്ട് 9400065004 അല്ലെങ്കിൽ 5 ഈ നമ്പറുകളുമായി ബന്ധപ്പെട്ടാൽ അറിയാനും നിങ്ങൾക്കുള്ള റെസിപ്റ്റും ലഭിക്കും. നാഥനായ തമ്പുരാൻ നിങ്ങളുടെ സംഭാവനകളെ സ്വീകരിക്കട്ടെ. സുഹൃത്തുക്കളെ, നിങ്ങളിൽ പലരും ഇവിടെ സന്ദർശിക്കുമ്പോൾ ചോദിച്ചിട്ടുണ്ടല്ലോ, ഇവരും എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ എന്ന്. അതെ, ഇവരുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളെപ്പോലെ തന്നെ ഇവരും പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചവരാണ്. എന്നാൽ ആ ആഗ്രഹമൊന്നും പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമത്തോടുകൂടി ഈ ലോകത്തോട് അവർ യാത്രയായവരാണ്. ആ അവസ്ഥയിലാണ് ചാരിറ്റി വില്ലേജിലേക്ക് ഈ സാധു മക്കൾ എത്തിച്ചേരുന്നത്. പിന്നീട് ഇവർക്ക് എന്താണ് നൽകപ്പെടേണ്ടത്, എങ്ങനെയാണ് ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കാലമെടുത്തുള്ള നിരീക്ഷണ പരീക്ഷണങ്ങൾക്കൊടുവിൽ ചാരിറ്റി വില്ലേജ് മനസ്സിലാക്കിയത് പ്രകാരം നമ്മുടെ മക്കൾ പഠിക്കുന്നത് പോലെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമല്ല ഇവർക്ക് വേണ്ടത്. പിന്നെയോ വസ്തുവകകളെ തിരിച്ചറിഞ്ഞ് നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്ന പ്രത്യേകതരം വിദ്യാഭ്യാസമാണ് ഇവർക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കി അതിനായി ഒരുക്കപ്പെട്ട പ്രത്യേകമായൊരു സിലബസാണ് ക്രിയേറ്റീവ് ഗാർഡനിലൂടെ ഇവർക്കായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ റമദാനിൽ നിങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയ പ്രധാന ആവശ്യമായിരുന്നു ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. നിങ്ങളിലെ സുമനസ്സുകൾ നൽകിയ സഹായം കൂടി ചേർത്തുകൊണ്ട് ഇതിനായി വാങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സിസ്റ്റമാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ സാധു മക്കളുടെ പ്രാഥമിക കൃത്യങ്ങൾക്ക് ശേഷം വരുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി പരിസരത്തിനും പ്രകൃതിക്കും ഒരു ദോഷവും ഉണ്ടാക്കാതെ സംസ്കരിക്കുന്നതിന് വേണ്ടി വാങ്ങി സ്ഥാപിച്ച പ്ലാന്റാണിത്. ഇതിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞുവെങ്കിലും ഇത് പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തന സജ്ജമാകുവാൻ ഇനി കുറച്ച് ചെലവ് കൂടി ബാക്കിയുണ്ട്. ഈ നാട്ടിലും പ്രവാസ ലോകത്തും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഇന്നേ വരെ ഈ സാധുക്കളെ ചേർത്തു പിടിച്ചവർ, ഇവർക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ സഹായങ്ങൾ നൽകിയവർ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇരു ലോകത്തും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ, പ്രത്യേകിച്ച്
റമദാൻ മാസത്തിൽ ഇഫ്താറിനോടനുബന്ധിച്ചും മറ്റും നടക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ സദസ്സുകളിൽ നാഥനായ റബ്ബ് നിങ്ങളെയും ഉൾപ്പെടുത്തട്ടെ. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളെ മാറ്റിത്തരട്ടെ, ആഗ്രഹങ്ങളെ സഫലമാക്കി തരട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും എന്നെന്നും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.